ഹായ് ഹലോ അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെരുന്നാൾ സ്പെഷ്യലാണ്. ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്. ഞങ്ങൾ പെരുന്നാളിന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഫ്രൈഡ് റൈസ്. അധികം സമയമൊന്നും വേണ്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അരി അളവൊന്നുമില്ല. അരിനേലും കൂടുതൽ വെള്ളം വെക്കണം. എന്ന് വെച്ചാൽ അരി ഊറ്റിയെടുക്കാനുള്ളതാണ്. വെന്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിക്കണേണ്. ആവശ്യത്തിന് ഉപ്പ് ഇടണം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നത്. അത് ഉപ്പ് നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പ് ഒരിത്തിരി കൂടി നിൽക്കണം. അരി ഇടുമ്പോൾ കറക്റ്റായി വരും. അത് അവിടെ തിളക്കാൻ വെച്ചിട്ട് ചില്ലി ചിക്കനും ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചിക്കനും കൂടെ ഒന്നിച്ച് മസാല തേച്ച് വെച്ചേക്കണേണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ചിക്കൻ മസാലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണമായിരുന്നു. അപ്പോൾ അരി വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി നന്നായി വെള്ളം കളഞ്ഞ് വെച്ചതാണെന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് വേകാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണേണ്. ആ സമയം കൊണ്ട് അരി അവിടെ കിടന്ന് വെന്തോളും. നല്ലോണം വെന്ത് വരരുത് അരി. കുറച്ച് ഒരു 90% വെന്താൽ മതി. നല്ലത് അരി ചോറ് വെക്കുമ്പം നല്ലതുപോലെ നെങ്ങി വന്നാൽ മതി. അതൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണേണ്. ചോപ്പറിലിട്ട് കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാം ഒരേപോലെ നല്ല ചെറുതായി പൊടിയായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എടുത്തേക്കണ. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മുട്ട ഒഴിക്കണേണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചിക്കി എടുക്കണം. 4 മുട്ടയുടെ ഞാൻ എടുത്തേക്കണം. 1 കിലോ അരിയാണ്. 1 കിലോ അരി കൊണ്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. മുട്ട ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ചിക്കി എടുക്കണം. സ്പൂൺ വെച്ചൊന്ന് ഇതാക്കി കൊടുത്താൽ മതി, ഇളക്കി കൊടുത്താൽ മതി. അത് ചിക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സാക്കി എടുക്കണം. അത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഓയിലിട്ടൊന്ന് വഴന്ന് വരണം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഇടാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, ഇത് 3 കൂടെ ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എല്ലാം ഒരേ രീതിയിലാണ് കട്ട് ചെയ്തേക്കണത്. നമുക്കിഷ്ടമുള്ള സ്ലൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി പതുക്കെ. അതിന് ബാക്കി ചോറും കൂടി ഇടുമ്പോൾ ശരിയായിക്കോളും. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കണം. ക്യാബേജും ബീൻസും ഇട്ട് കൊടുക്കണം. ബീൻസും പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കണം. അത് കുറച്ചെടുത്താൽ മതി, കുറേയൊന്നും ആവശ്യമില്ല. കുട്ടികളൊക്കെ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ കഴിച്ചോളും. പിള്ളേർക്കും വെജിറ്റബിൾ ആണെങ്കിലും ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് വെജിറ്റബിൾ കഴിക്കുന്നത്. ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും വെജിറ്റബിളിലെ ഫ്രൈഡ് റൈസ് കഴിച്ചാൽ വെജിറ്റബിളും കഴിക്കും, ചോറും കഴിക്കും. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഉണ്ടാകുമ്പോൾ വെജിറ്റബിളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ചോറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. മുട്ടയിലും ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പോരെങ്കിൽ പിന്നെ ഇടാം. കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ച് ഇടാം. അതും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് സോയാ സോസാണ് ഒഴിക്കുന്നത്. അത് ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം.
സോയാ സോസ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി, 1 ടീസ്പൂണ്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ ഒഴിക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം, കുറച്ച് വെക്കരുത്. കുറച്ചും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ ഒന്ന് ഉണ്ടാകുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെല്ലാം മിക്സ് ചെയ്ത് അതിന് 3 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കീറാതെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട ചിക്കി വെച്ചതും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേ നേരം ഇളക്കി വെജിറ്റബിളൊന്നും വേകാനായിട്ട് നിൽക്കണ്ട. ഒന്ന് അതിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോഴേക്ക് ചോറ് വെന്ത് ചോറ് ഒരു ഊട്ടപാത്രത്തിലായിട്ട് അത് ഊറ്റി വെച്ചേക്കണേന്. എന്നിട്ട് അത് വെള്ളമൊക്കെ പോയിക്കതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പകുതി ചോറിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചേ ഉണ്ടാക്കിയാലും മതി. ബാക്കി ചോറ് വേവിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. വെജിറ്റബിൾസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ട സമയത്ത് ഉണ്ടാക്കിയാലും മതി. പിന്നെ സ്പ്രിങ് ഓണിയനും സെലറിയും കൂടെ പൊടിയായി അരിഞ്ഞതും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. സെലറിയുടെ തണ്ടും സ്പ്രിങ് ഓണിയനും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം മിക്സ് കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്, ചോറ് പൊടിഞ്ഞു പോകും. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം കൂടെ ആയിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫുള്ളും 1 കിലോ അരിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് പെരുന്നാളായതുകൊണ്ട് എല്ലാത്തിലും കൂടെ ഒരുമിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ചില്ലി ചിക്കൻ ഇല്ലെങ്കിലും ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ബട്ടറാണ് ഇട്ടേക്കുന്നത്. ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും പിന്നെ ചെറിയൊരു കുഞ്ഞി പീസ് ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള 2 സവാളയും 1 ക്യാപ്സിക്കും 1 ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. അത് സ്ക്വയറായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. പിന്നെ അതിൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൽ 1 ടീസ്പൂൺ ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ടിട്ടുണ്ട്. പിന്നെ 1 അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കലക്കി വെച്ചേക്കണേന്. ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോഴേക്കും ഇതൊന്ന് ഇതായിട്ടുണ്ട്, ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വഴണ്ടൊന്നും വരണ്ട, അത് കടിക്കാൻ കിട്ടുന്ന സൈസിൽ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇടണം. പിന്നെ ചില്ലി ചിക്കൻ്റെ മസാല വാങ്ങിക്കാൻ കിട്ടും, അതുണ്ടെങ്കിൽ അതിട്ടാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നല്ല കളറും കിട്ടും, അതിന് അധികം എരിവും ഉണ്ടാവില്ല. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സോസ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം ജ്യൂസിൽ ഗ്രേവി വേണ്ട. പിന്നെ ഇതൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും. കോൺഫ്ലവറൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് നല്ല കുറുകി വരും. എന്നിട്ട് അതും തിളച്ച് വരുമ്പോഴേക്കും ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫ്രൈഡ് റൈസിന് മസാല കൂട്ടിയ കൂട്ടി തന്നെയാണ് ഈ ചിക്കനും മസാല കൂട്ടി വെച്ചത്. എന്നിട്ട് അത് ഞാൻ ഫ്രൈഡ് റൈസിന് വറുത്തെടുത്തപ്പോൾ തന്നെ ഈ ചിക്കനും അതിൽ കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട്
അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ കുറച്ച് സെലറിയുടെ ഇലയും കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ അതിൻ്റെ മേലിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോൾ വേണം അത് വിതറി കൊടുക്കാനായിട്ട്. പിന്നെ ഒരു പുളി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക്. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല ഇതിലായി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. അത് പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ചില്ലി ചിക്കനാണ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ എല്ലാം വിട്ട് കിടക്കുന്ന ഇതിലാണ് അരി. നല്ല ടേസ്റ്റാണ് ഈ ഫ്രൈഡ് റൈസിന്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫ്രൈഡ് റൈസ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ വെജിറ്റബിളൊന്നും കാണൂല ഇതിൽ കിടക്കുന്നത്. നല്ല കട്ടി കുറഞ്ഞിങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. അതേപോലെ തന്നെ ചില്ലി ചിക്കനും ഉണ്ട്. ചില്ലി ചിക്കൻ്റെ ആവശ്യമില്ല, കറി ഇല്ലാതെ തന്നെ ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൽ കൂടെ ചില്ലി ചിക്കൻ ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലാതെ തന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.